ശരണ്യ, നമ്മൾ ഈ കാണുന്നത് ഈ ആവേശം, അത് രണ്ട് സൈഡിലും നമുക്ക് ആ വശങ്ങളിൽ കാണാം. എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കാത്തു നിൽക്കുന്ന ആരാധകർ, അവരുടെ ആവേശം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒപ്പം ഈ സുരക്ഷ ഇതെല്ലാം പാലിച്ചുകൊണ്ട്, ഒപ്പം പ്ലാസ്റ്റിക് ഹരിത രീതിയിലാണ് നടത്തുന്നത്. ഹരിത പ്രോട്ടോകോൾ കർശനമായിട്ട് പാലിക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ്. ഈ തിരക്കിനിടയിലും ഇത്രയും സംഘാടന മികവ് നമ്മളിവിടെ കാണുന്നുണ്ട് ശരണ്യ. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇതൊരു ആവേശം, വളരെയധികം ആവേശമുള്ള ഒരു കായിക മാമാങ്കമാണ്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. ഒരു ഫൈനൽ മത്സരത്തിലേക്ക് പോകുമ്പോൾ 300 പേർ ഒരുമിച്ച് മത്സരിക്കുന്നു. 4 വള്ളങ്ങൾ നിരക്കുമ്പോൾ എന്ന് പറയുന്നത് അത് അത്ര വലിയ ഒരു ആവേശകരമായ, അത്രയധികം ആളുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു മത്സരം തന്നെയാണ്. അച്ചടക്കത്തോടെ പോകേണ്ട മത്സരമാണ്. അതേസമയം വള്ളങ്ങളിൽ പൊതുവെ കാണികൾ വലിയ ആഘോഷത്തോട് തന്നെയാണ് അശ്വതി കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ഗാലറികളുടെ ഒരു ആവേശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. അത്യാവശ്യം നല്ല ആഘോഷമായിട്ട് ഒരു ഓളത്തിന് പോകുന്ന ഗാലറികളാണ്. ചുണ്ടൻവള്ളങ്ങളുടെ മത്സരം തുടങ്ങുമ്പോഴാണ് ഏറ്റവും രസം. ഇതിങ്ങനെ വേവ്സ് പോലെ ഇങ്ങനെ ഇളകി പലരുടെയും ആവേശം കാണുമ്പോൾ ഇവരൊക്കെ ഇപ്പൊ വെള്ളത്തിലേക്ക് എടുത്തു ചാടുമോ എന്ന് വരെ തോന്നുന്ന അത്തരത്തിലുള്ള ആവേശമാണ് നമുക്കിവിടെ കാണാൻ. അതെ, ഇത് നല്ല ചൂടുണ്ട്. അത് ഈ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഗാലറികൾ ഇത്രയധികം ആവേശത്തോടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പറഞ്ഞ പോലെ വലിയ ഫാനോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ അതൊന്നും അവരുടെ ഒന്നും ഒരു വിഷയമേ അല്ലെന്നുള്ളതാണ്. വലിയ ഒരു ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഇപ്പോഴും അടിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതൊരു എന്തെന്ന് പറഞ്ഞാലും ഓരോ ഇപ്പൊ ഷിജു ഉള്ളത് വലിയ ആവേശം ഉള്ള ഒരു ടീമിന് ഇടയ്ക്കാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ പല സെറ്റാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ നടുഭാഗം വള്ളം പറയുവാണെങ്കിൽ, അതിന് ചരിത്രം പറയുവാണെങ്കിൽ, വള്ളംകളിയുടെ ചരിത്രത്തിലെ ആദ്യ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് നടുഭാഗം. അപ്പോൾ നടുഭാഗത്തിൽ അത്തരത്തിലൊരു വള്ളത്തിന്റെ ആദ്യഘട്ടത്തിൽ നെഹ്റുവിനെ ആനയിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് നെഹ്റു ആ വള്ളത്തിൽ ചാടിക്കയറുന്നത്. അത്രമാത്രം ആവേശം. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ വെള്ളിക്കപ്പ്, അതിൽ മുത്തമിടും എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നമ്മൾ നോക്കുന്നത് പള്ളാത്തുരുത്തി ഇത്തവണയും കൊണ്ടുപോകുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഈ പള്ളാത്തുരുത്തിക്കും UBCക്കും ഭയങ്കര ആരാധകരാണ്. വള്ളങ്ങളിൽ എനിക്ക് തോന്നുന്നു കാരിച്ചാൽ ജലചക്രവർത്തി എന്നാ പറയുന്നത്. ഈ കാരിച്ചാലിന് ഒരു വലിയ ഫാൻസ്. അത് നമ്മള് ഈ കാണുന്ന ഗാലറിക്ക് അപ്പുറത്തേക്ക് ഈ എല്ലാ ഇടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ മത്സരം നടക്കുന്നു ശരണ്യ. അത് കാണുമ്പോൾ ആ ഒരു ആവേശം നമ്മളിലേക്ക് എത്തുന്നു. അവർ ഓരോന്നും പറഞ്ഞ് കൃത്യമായ പോയിന്റുകൾ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ തൊട്ടടുത്ത് കുറെ നേരം രാവിലോട്ട് വന്നു കയറിയതാ. ഏതാ ക്ലബ്ബാ? UBC ഇത്തവണ UBC അടിക്കും. UBC ആയിരിക്കും. ചേട്ടൻ നാടോടെ? മാന്നാർ. എപ്പോ പോകുന്നു ഇങ്ങോട്ട്? എവിടാ? വള്ളം കളിക്കായിട്ട് എപ്പോഴാ പോകുന്നേ? രാവിലെ 8 മണിക്ക്. എവിടെ കയറിയിരുന്നേ? എത്ര മണിക്ക് കയറി? 10 മണിയായപ്പോ. കഴിച്ചോ? കഴിക്കും. UBCയുടെ ആരാധകർ? UBC കനേരി. എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? പള്ളാത്തുരുത്തി അടിക്കും. PBC ആണോ ഇത്തവണയും? ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ടാ മോനെ ഇത്തവണ ആര് കൊണ്ടു? PBC കൊണ്ടു. ഉറപ്പാ. അതാണ് പലതരത്തിലുള്ള ആളുകൾ. നമ്മുടെ ജയപ്രകാശ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ജയപ്രകാശ് ഇത്തവണ നമ്മൾ ഓരോ ഹീറ്റ്സും നോക്കുമ്പോ എന്ത് തോന്നുന്നു? കമന്ററിയിൽ അതിവിദഗ്ധനായ മനുഷ്യനാണിത്. പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യം തീപാർന്ന മത്സരമായിരിക്കും. കാരണം 2019 നടുഭാഗത്തിലൂടെ ഈ നെഹ്റു ട്രോഫി മുത്തമിട്ട PBC കഴിഞ്ഞ 19-ലും അതോടൊപ്പം തന്നെ 21, 22, 23-ലും ഹാട്രിക് നേടിയ പള്ളാത്തുരുത്തി കരുത്തുറ്റ ടീമായിട്ട് തന്നെ വരികയാണ്. പക്ഷെ അട്ടിമറി ഉണ്ടാകാൻ ബാക്കി ക്ലബ്ബുകൾ നല്ല അത് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ വള്ളംകളി എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടനാട്ടുകാർ മാത്രമല്ല കേരളത്തിലും വിദേശികളടക്കം വന്നിരിക്കുന്ന ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ കഴിയുകയാണ്. പുന്നമടക്കായലിലെ കുഞ്ഞോളങ്ങളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ജലചക്രവർത്തിമാരുടെ പോരാട്ടവും തേരാട്ടവും ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ വാട്ടർ സ്റ്റേഡിയത്തിൽ അരങ്ങു തകർക്കുകയാണ്. തീർച്ചയായിട്ടും കാരിച്ചാൽ ജലചക്രവർത്തിയാണ്. ഏതാണ്ട് 14 തവണ ഈ ഇടിനാദം പോലെ ഈ പുന്നമടക്കായൽ ഇതിഹാസം രചിച്ച കാരിച്ചാൽ ഇക്കുറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൽ കയറുമ്പോൾ ചിറകിലേറുമ്പോൾ സ്വാഭാവികമായിട്ടും കപ്പെടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ വള്ളംകളി പ്രേമികൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും UBC ഒട്ടും മോശമല്ല. എത്രയോ തവണ ഹാട്രിക് നേടിയ UBC, അങ്ങനെ PBCയും UBCയും അതോടൊപ്പം കൊല്ലം ബോട്ട്
ജീസസ് സ്പോർട്സ് ക്ലബ്ബ്, കൊബറമ ടൗൺ ക്ലബ്ബ്, എല്ലാ ക്ലബ്ബുകളും ഇക്കുറി നല്ല പരിശീലനം നടത്തി. ഓരോ വർഷം ഒന്നിനൊന്ന് മത്സരം ഭയങ്കരമായിട്ട് കൂടും. തീർച്ചയായിട്ടും ടീമുകൾ, കാരണം നല്ല സെലക്ടീവ് ടീമുകളാണ് വരുന്നത്. പഴയ നിലയിലുള്ള കരക്കാരുടെ വള്ളമല്ല, ടീമുകളല്ല. സെലക്ട് ചെയ്ത് ടീമുകളെ കോച്ചിങ് നടത്തി കൊണ്ടുവരുമ്പോൾ തീപാറുന്ന മത്സരം ഉണ്ടാവും, പ്രബന്ധനാതീതമായിരിക്കും. ഓക്കെ, ജയപ്രകാശൻ, ഒരു കാര്യം കൂടി, ഈ പുന്നമട അതിസുന്ദരിയായിരിക്കുന്നു എന്ന് പുന്നമടയെ കുറിച്ച് കൂടി ഒന്ന് പറയാം. പുന്നമടയെ സംബന്ധിച്ചൊരു 1952 നെഹ്റു ട്രോഫി തുടക്കമിടുന്നത് മീനപ്പള്ളിക്കായല്ല. അന്ന് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ മത്സരം കാണാൻ വരികയും അന്ന് മത്സരത്തിൽ ജേതാവായ നടുഭാഗം ചുണ്ടലിൽ ആവേശത്തോടുകൂടി ചാടിക്കയറി. അതിനുശേഷം 1953 കളി നടന്നില്ല. 54 പുന്നമടയിലേക്ക് മാറുമ്പോൾ അതുമുതൽ ഇന്ന് വരെ നമ്മുടെ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഓക്കെ അങ്ങനെ മനോഹരമായി അവര് ഫിനിഷ് സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് പോവുകയാണ്. ആരാണ്? CBCയുടെ വള്ളമാണ്. CBCയുടെ വള്ളമാണ്. നേരത്തെ കരക്കാരുടേതായിരുന്നു മത്സരമെങ്കിൽ ഇന്ന് ക്ലബ്ബുകളുടേതായി മാറിയിരിക്കുന്നു മത്സരം. ആ മത്സരം